ഹലോ ഗൈസ്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. നമ്മുടെ ലാലേട്ടനാണ് പറഞ്ഞിട്ടുള്ളതില്ലേ. ഏതോ സിനിമ ഏതായിരുന്നു? നമ്മൾ നാർക്കോട്ടിക്സിനെ കുറിച്ചല്ല ഗൈസ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പെൺ വിഷയമാണ് ഗൈസ്. ഒരുത്തനെ കൊടുക്കാനുള്ള, പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ ഒരുത്തനെ കൊടുക്കാനുള്ള ഏറ്റവും അടിപൊളി ഉദാത്തമായ, മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള, ഉദാത്തമായതൊന്നുമല്ല കേട്ടോ, ഏറ്റവും അടിപൊളി വഴി എന്ന് പറയുന്നത് പെൺവിഷയമാണ് കേസ്. പെൺവിഷയം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേര് ചേർത്തിട്ട് ആളെങ്കിലും പറയുക എന്നുള്ളൊരു സാധനമാണ്. അത് ചിലപ്പോൾ അവർ പ്രേമത്തിലായിരിക്കാം, ലിവിങ് ടുഗദർ ആയിരിക്കാം. ഒരു മനുഷ്യനെ അങ്ങനെ പ്രേമിക്കാനും ലിവിങ് ടുഗദറിനും അവരുടേതായ തമ്മിലുള്ള മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി സെക്സിൽ ഏർപ്പെടാനുള്ള, സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് മേക്കിംഗ് എന്നുള്ള രീതിയിലുള്ള സാധനം പറയുന്നത്, അതിനുള്ള യോഗ്യത, അർഹത, സ്വാതന്ത്ര്യം, അവകാശം ഒക്കെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട് അല്ലേ. പക്ഷേ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ഈ ഒരു സാധനത്തിന്, അല്ലെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സമൂഹത്തിൽ കുറച്ച് റെക്കഗ്നീഷൻ കിട്ടുന്ന ഒരാളെ, അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിച്ചേർത്ത്, അല്ലെങ്കിൽ ഇല്ലാത്തൊരു പെണ്ണിനെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇങ്ങോട്ട് ഇട്ടടിക്കുകയാണെങ്കിൽ, ഒന്ന് നാറ്റിക്കുകയാണെങ്കിൽ, അവർ ചിലപ്പോൾ നല്ല സ്നേഹത്തോടു കൂടി കുറേ ഉണ്ടായിരിക്കുക. അവ പെണ്ണിന് ചിലപ്പോൾ കുറേ കാശും കൊടുത്തിട്ട് അവനെതിരെ പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവ അത് ചെയ്തു, മറ്റേ ചെയ്തു, പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വലയിൽ വീണ് പോകുന്ന കുറേ പെണ്ണുങ്ങളുമുണ്ട്. ചിലപ്പോൾ ശരിക്കും ഇതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ അങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു അക്യൂസേഷൻ വരുന്നത് ആയിരിക്കാം കേട്ടോ. അക്യൂസേഷൻ തന്നെ ആ ഒരു സാധനം റിവീലായി പോകുന്നതായിരിക്കാം, പൊതുസമൂഹം അറിയുന്നതായിരിക്കാം. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ചാൽ പലപ്പോഴും ഇത് ആളുകൾ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ വ്യക്തി ജീവിതത്തെ തകർക്കാൻ വേണ്ടി, അയാളെ എല്ലാ രീതിയിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഒരിക്കലും എണീക്കാൻ പറ്റാത്ത രീതിയിൽ വെട്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ പെൺ വിഷയം മാറി വരുന്നുണ്ട് കേസ്. അതിപ്പോൾ ഞാനൊരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ പറയാമെന്നല്ല, അത് ഏത് പാർട്ടി ആയാലും പൊതുവെ പാർട്ടിക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണിത് അല്ലേ. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുറേ അനുഭവങ്ങളും കുറേ കഥകളും അല്ലെങ്കിൽ കുറേ ഇൻസിഡൻസ്, എന്താ പറയുക, കുറേ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയുന്നത്, ഇപ്പോൾ മതവും രാഷ്ട്രീയവും, ഒരു സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മതവും രാഷ്ട്രീയവും ആളുകളെ വല്ലാണ്ട് മത്ത് പിടിപ്പിക്കുന്ന സാധനങ്ങളാണ് അല്ലേ. നാർക്കോട്ടിക്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഡ്രഗാണ്, അങ്ങനെ ഡ്രഗാണ് ഈ സാധനം, ഡ്രഗ്സാണ്. അപ്പം ഇവിടെ ആശയപരമായി ആളുകൾ വളരെ ഹെൽത്തിയായി തർക്കിക്കുന്നതും, ആശയപരമായി ഭിന്നത ഉണ്ടെങ്കിലും നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള നമ്മുടെ ഒരു അങ്ങനെ ഒരു ലോകം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരു ലോകം ആണ് കേട്ടോ ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷെ അങ്ങനെ നല്ല നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും സാധനം ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടിയിട്ട് പല കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് ഈ മലയാളി ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വരേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതാവാണെന്നില്ല കേട്ടോ, വേറെ പലരും ആയിരിക്കാം, സിംഗറായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സംരംഭകനായിരിക്കാം ഒക്കെ. നേരെ തിരിച്ച് നിങ്ങൾ അങ്ങനെ അധികം കേട്ടിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു പെണ്ണിനെ ഒരു ആണിൻ്റെ പേരും ചേർത്തിട്ട് അവഹേളിക്കുന്നത്, ആണിനെ പെണ്ണിൻ്റെ പേരും ചേർത്തിട്ട് അവഹേളിക്കുന്ന ഒരു സംഭവങ്ങൾ പൊതുവേ നമ്മുടെ നാട്ടു നടപ്പ് പോലെയൊക്കെ നമ്മളിങ്ങനെ അല്ലേ ആളുകൾ നോർമലൈസ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ് തോന്നുന്നത്. ഇവർ മറ്റേ പെണ്ണായിട്ട് എന്തോ ഡിംഗ്വിഫിക്കേഷനാണ്, അത് എങ്ങനെയാണ് അവൾ അത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, എന്നെ അവിടെ കൊണ്ടുപോയി, ഇവിടെ വിളിച്ചു, ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീടാണ് ഇതിൽ പല കാര്യങ്ങളും പുറത്ത് വരുന്നത് വെച്ചാൽ രണ്ടുപേരും അവരെ ഇഷ്ടപ്രകാരം ചെയ്തൊരു കാര്യമായിരിക്കും. ഒരു പ്രത്യേക മൊമെൻറ്റിൽ ഇവർ തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. വേറൊരാൾക്ക് വേറൊരു റിലേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പായിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാവുന്ന ലെവലിൽ പോയിട്ട് പിന്നെ അവസാനം അത് നമ്മൾ സെറ്റാവില്ല, അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് വഴിക്ക് പോകാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിവെഞ്ചായിട്ടും പലരും എടുക്കുന്നുണ്ടായിരിക്കാം. എന്ന് എന്തൊക്കെ പറഞ്ഞാലും നിയമപരമായിട്ട് നോക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫൻസ് തന്നെയാണ് കേട്ടോ. അതിനൊന്നും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന സാധനം, ഒരാളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ശരിക്കും എന്ന് അറിയാണ്ട് പലപ്പോഴും നമ്മൾ അതിലാണ്ട് കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയുക എന്നുള്ളൊരു സാധനം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ചുമ്മാ എന്തെങ്കിലും ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് നമ്മളാണ്ട് പറയാം, ആൾ മഹാപിഴയാണ്, അല്ലെങ്കിൽ പെണ്ണുപിടിയനാണ്, കോന്തനാണ്, കോഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അപ്പുറത്തുള്ള നമ്മുടേതല്ലാത്ത പാർട്ടിക്കാരിൽ നിന്ന് ഈ ഒരു സാധനം പ്രതീക്ഷിക്കാമെന്ന് അർത്ഥം. നമ്മുടെ നാട്ടുപുറങ്ങളിലും പൊതുവെ എന്താ വെച്ചാൽ ഒരു ആണ് പെണ്ണു കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ അഫെയറാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണൊരാണിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരുമിച്ച് വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇത്രയും പുരോഗമനം, വിപ്ലവം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേസ് അല്ലേ. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ ആലോചിക്കുന്നത് ഒരു പുരോഗമന സമൂഹം നമ്മൾ വിചാരിക്കുന്നത് ഈ മലയാളി സമൂഹത്തിലാണ് ഇങ്ങനെയുള്ളതൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ടേ, എന്ന് വെച്ചാൽ ബന്ധങ്ങളെ നോർമലൈസ് ചെയ്യാന്നല്ല, ഒരാണ് പെണ്ണിനോട് സംസാരിച്ചത് മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും എടുക്കുന്നു തോന്നുന്നു കേസ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തത് ഇപ്പോൾ ഇത് ആളുകളുടെ ഒരു അവസ്ഥ. ഇപ്പോൾ വെസ്റ്റേൺ ലോകത്ത്, ഇപ്പോൾ ഞാനങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലൊന്നും പോയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്നത് സാധനം എന്താ വെച്ചാൽ നമ്മൾ കുറേ സിനിമകളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ലവ് മേക്കിങ്, ബ്രേക്കപ്പ്, ലിവിങ് ടുഗദർ, ഡിവോഴ്സ്, ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ നേച്ചറലായ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ലെവലിൽ എടുക്കേണ്ടി തോന്നുന്നു കേട്ടോ. എൻ്റെ തോന്നലാണെങ്കിൽ അറിയില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം. പക്ഷേ മലയാളികൾ ഇപ്പോഴും ഇത് ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ ജീവിക്കണം, അതെന്തോ ഒരു കരാറ് കൊടുത്ത പോലെ തോന്നുന്നു കേസ്. അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അവർക്ക് സെറ്റായി പോകില്ല തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ലവേഴ്സ് സെറ്റായി പോകില്ല തോന്നുന്ന സമയത്ത് മറ്റാൾ എങ്ങനെയെങ്കിലും നയിച്ചു പോകണം എന്നുള്ള ലെവലിലുള്ള ചിന്തയും കൊണ്ടാണ് ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറോട് ഉണ്ടാവുമെന്ന്. ചിലപ്പോൾ 2 പാർട്ട്നേഴ്സ് അങ്ങനെ ആയിരിക്കും, നല്ലൊരു 8ൻ്റെ പണി മറ്റയാൾക്ക് കൊടുക്കണം, നമ്മുടെ പാർട്ട്ണറിന്, എക്സ് പാർട്ട്ണറിന് കൊടുക്കണം എന്നുള്ള ലെവലിലൊക്കെ പലരും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് തോന്നുന്നു കേസ്. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ ഒരു ആവശ്യം? ഇതിൽ പലരും കയറി ഇടപെടും ചെയ്യട്ടോ. അന്ന് അവൻ എന്നെ പറ്റിച്ചില്ലേ, അല്ലെങ്കിൽ അവൾ നിന്നെ പറ്റിച്ചില്ലേ, അവൾക്കൊരു പണി നമുക്ക് കൊടുക്കണ്ടേ, അവളെ അല്ലെങ്കിൽ അവനെ നമ്മൾ സ്ലട്ട് ഷെയിം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലെവലിലേക്കൊക്കെ ആളുകൾ അത് ദുരുപയോഗം ചെയ്യണമുണ്ട് തോന്നുന്നു ഗൈസ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കണം കാണുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് പിരിയാൻ പറ്റാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് എനിക്ക് ലെനയുടേതൊക്കെ വല്ലാണ്ടൊരു എന്താ പറയുക, ഒരു ബഹുമാനം ഒക്കെ തോന്നുന്ന കേസ്. അതായത് പറയണ്ട, അവർ ഡിവോഴ്സ് ആയിരുന്ന സമയത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഡിവോഴ്സ്ഡ് ആയത്. അങ്ങനൊരു സംഭവം. അപ്പോൾ ആ ഇൻ്റർവ്യൂ ലെനയുടെ ഇൻ്റർവ്യൂ കണ്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുണ്ടാവും ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് സംഭവം. അതായത് അവർ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരുമിച്ച് ജ്യൂസ് കുടിക്കണതും ഇതൊക്കെ കണ്ടിട്ട് വക്കീൽ പറഞ്ഞു, നിങ്ങൾ ഡിവോഴ്സിന് തന്നെയല്ലേ വന്നത് എന്നുള്ളൊരു ലെവലിൽ. അതായത് അവർ ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഇത്രയും കാര്യം നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നു, നമുക്ക് ഒറ്റയ്ക്ക് നിന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറെ പാർട്ട്ണറെ ഒക്കെ ആണെങ്കിൽ ആ ലെവലിൽ പോകാം, ഓൾ ദി ബെസ്റ്റ് ലെവലിൽ. അവർ നല്ല സുഹൃത്തുക്കളായിട്ട് പിരിഞ്ഞ്. ഇപ്പോൾ സ്പിരിറ്റ് എന്നുള്ള സിനിമയിൽ പറയുന്ന ഒരു സാധനമല്ലേ, ഇപ്പം മോഹൻലാലിൻ്റെ സുഹൃത്താണ് കെട്ടണത് മൂപ്പരുടെ ഭാര്യനെ അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഗതി സ്വാഭാവികമായിട്ട് നടക്കാനുള്ള എത്ര സാധ്യത ഉണ്ട് നടക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു സാധനം കൂടിയല്ലേ ഗൈസ്. നമ്മുടെ പാർട്ട്ണർ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നന്മ എന്താ ഉള്ളത്. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മളോട് എല്ലാ തോന്നിയാസം കാണിച്ചിട്ട് അയാൾക്ക് നന്മകൾ നേരുന്നു ഞാൻ എന്നുള്ള രീതിയിൽ വിടാൻ പറ്റണം എന്നില്ല കേട്ടോ പലർക്കും. പക്ഷെ ഞാനിവിടെ ആലോചിക്കും, നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത്, പ്രണയത്തെ കുറച്ചുകൂടി ഉദാത്തമായി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ നിന്ന് കൊടുത്തുകൊണ്ടുണ്ടാകുന്നൊരു കാര്യം കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കുറേ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. ഞാൻ പേടിച്ചതോ ഗൈസ്, ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചങ്ക് വന്നു, ഓന് പനിയാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളിയായിട്ട് ജീവിതകാലം മുഴുവൻ പോകണമെന്നില്ല ഗൈസ്. നമുക്ക് തുടക്കത്തിലൊക്കെ പലപ്പോഴും എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ അടിപൊളി പാർട്ട്ണറെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ജീവിതകാലം മുഴുവൻ അടിച്ച് പൊളിച്ച് പോകുന്നൊക്കെ. ആ ഒരു റൊമാൻസോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസിയോ അല്ലെങ്കിൽ ആ ഒരു വൈബോ എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ പെടുന്ന സമയത്ത്, പെടുക എന്നൊക്കെ പറഞ്ഞൊരു സാധനമില്ലേ, എന്ത് പെടലില്ലേ, എന്തോ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് തുടക്കത്തിലുള്ള അതേ വൈബ് എല്ലാ കാലത്തും ഉണ്ടാവില്ല, അത് മൈൻഡിൽ വെക്കുക എന്ന് കരുതിയിട്ട് ഇത് നയിച്ച് പൊളിഞ്ഞു പോകുന്നല്ല, അങ്ങനെ വിചാരിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത്. നമ്മുടെ ലൈഫിൽ പലതും സംഭവിക്കും. നമ്മുടെ കൂടുതലുള്ള ആൾ ചിലപ്പോൾ ചത്തുപോകാം, ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താ പറയുക, സെക്ഷുവൽ എനർജി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം, വേറെ പലതും സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് അന്തമുട്ട് അയ്യോ ഇതിങ്ങനെ സംഭവിച്ചെടുക്കേണ്ട കാര്യമില്ല തോന്നുന്ന കേസ്. അത് പറഞ്ഞപ്പോഴേക്കും ഒരു സിനിമ ഓർമ്മ വന്നത്, നോർമൽ പീപ്പിൾ എന്നുള്ള സീരീസാണ്. അത് കണ്ടിട്ടുള്ള എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. നോർമൽ പീപ്പിൾ എന്നുള്ള സീരീസിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ സംഭവിച്ചാൽ, ഞാൻ റിലേഷൻഷിപ്പിലാകുമ്പോൾ അതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു മനുഷ്യനായിരിക്കും. പക്ഷേ എനിക്കിത് പലപ്പോഴും പേടിയാണ് റിലേഷൻഷിപ്പിൽ പെടാനൊക്കെ. അപ്പോൾ കുറച്ചുകൂടി ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ലോങ് ടേം റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. അപ്പോൾ എന്നോട് പലപ്പോഴും പറയായിരുന്നു, ഞങ്ങൾക്കൊരു പാർട്ട്ണറെ കണ്ടെത്താൻ ഭയങ്കര പാടാണെന്നാണ്. ഇത് മാത്രമല്ല വേറെയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുകൊണ്ട്, അബാൻഡൻമെൻറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുകൊണ്ടുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ
വൺ നൈറ്റ് സ്റ്റാൻഡോ ഹുക്കപ്പ് അതൊന്നും എനിക്ക് പോസിബിളായ പ്രാക്ടിക്കൽ അല്ലാത്തൊരു സാധനമാണ്. ഇപ്പോൾ എനിക്കത് ഭയങ്കര പേടിയാണ് ഈ സാധനങ്ങളൊക്കെ. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നോർമൽ പീപ്പിൾ എന്നുള്ള സീരീസ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ പരിപാടികളുണ്ടായത്. ഈ 2 പേര് അവർ നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ 2 പേരുടെ ലൈഫിലും വേറെ ആളുകൾ വരിക. മറ്റേ പെണ്ണാണെങ്കിൽ സെക്ഷുവലായ രീതിയിൽ കുറേ ചൂഷണങ്ങൾക്ക് സ്വയം പോയിട്ട് വിധേയമാകും. അവളതെന്താണെന്ന് അറിയാൻ വേണ്ടി, അതായത് അവളെ തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾ പോയിട്ട് കുറേ കാര്യം എന്നിട്ട് ഏറ്റവും അവസാനം ഇവർ 2 പേരും സെറ്റാവും അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അവർ വീണ്ടും സെറ്റാവുന്നതിൻ്റെ ഇടയിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോഴും ഇവർ തമ്മിൽ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടൊക്കെ സംഭവിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്നാലും അവർ ആ സംഗതിയെ അത് മറ്റാളുടെ ഇഷ്ടമല്ലേ ഫ്രീഡം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണം. അത് തെറ്റോ ശരിയോ എന്ന് പറയാൻ ഞാൻ ആളല്ല, അതിൽ സംഭവിക്കുന്ന അങ്ങനെയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത് ആളുകൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറേ പ്രശ്നങ്ങളില്ലാണ്ടാവും തോന്നുന്ന കേസ്. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ. പക്ഷേ ഈ ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ എന്താ കാര്യം വെച്ചാൽ പലർക്കും ആ റൊമാൻറ്റിക് വൈബ് നഷ്ടപ്പെടുന്നു തോന്നുന്നു. കാരണം കുറച്ച് ഹിഡനായ സംഗതികളിലെത്തുന്ന ആളുകൾക്ക് റൊമാൻറ്റിക് വൈബ്, സെക്ഷൽ എനർജി കൂടുകയെന്ന് തോന്നുന്ന കേസ്. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളൊരു ലൈഫ് പ്രത്യേക സ്റ്റേജ് എത്തുന്ന സമയത്ത് കുറേയൊക്കെ പ്രേമിച്ച് കുറേ പ്രേമങ്ങൾ പൊട്ടിപ്പോയിട്ട് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് ചീറ്റിംഗ് ഒക്കെ നമുക്ക് കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഏറ്റവും അവസാനം നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നല്ലൊരു സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എത്തൂലേ കേസ്. അപ്പോൾ അങ്ങനെ ഒരു ഞാനൊക്കെ ലൈഫിനെ എടുക്കുന്നത് അങ്ങനെ കേട്ടോ. നല്ലൊരു സുഹൃത്ത് ലൈഫിൽ പാർട്ട്ണറായിട്ട് വരികയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ബാക്കി സാധനം അതിൻ്റെ റൊമാൻസ് എന്ന പറഞ്ഞ സാധനം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരാളെ ശാരീരികമായിട്ട് മാനസികമായിട്ട് എല്ലാ രീതിയിലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെളിമ ഉണ്ടല്ലോ, ആ സാധനത്തിനാണ് ഞാൻ റൊമാൻസ് എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്നത് കേട്ടോ. മാരേജ് എന്ന് പറഞ്ഞൊരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയാൽ അടിപൊളിയാവുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ എന്തിനിപ്പോൾ ഇത് പറഞ്ഞത്, ഞാൻ അവിടെ പറഞ്ഞു വന്നത്, ഒരാളെ പെണ്ണ് വിഷയത്തിലോ ഒരാളെ ആണ് വിഷയത്തിലോ പെടുത്തുന്ന സമയത്ത്, ഒരു വ്യക്തിനെ അതാണോ പെണ്ണായിക്കോട്ടെ പെടുത്തുന്ന സമയത്ത്, അപ്പോൾ അതേപോലെ തന്നെ ഗേ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ആളാണോ പെണ്ണൊക്കെ എന്ന് പറഞ്ഞിട്ട് അതെന്തോ വലിയ തെറ്റായിട്ടൊക്കെ പലരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന സംഭവം, ഒരു റിലേഷൻഷിപ്പിലുള്ള 2 പേര് പാർട്ട്നേഴ്സ് 2 പേരുണ്ടാവില്ലേ, ഈ 2 പേരെ വെച്ചുകൊണ്ട് അതിലെ ഒരാളെ തരം താഴ്ത്താൻ വേണ്ടി, അപമാനിക്കാൻ വേണ്ടി, അയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി, അയാളുടെ ഗ്രോത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, അയാൾ എങ്ങനെയും കെട്ടിത്തൂങ്ങി ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട്, ആത്മഹത്യ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കളിക്കാനിറങ്ങുന്ന, ഡേർട്ടി പൊളിറ്റിക്സിന് ഇറങ്ങുന്ന, ഡേർട്ടി കളികൾക്ക് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഈ ഒരു സദാചാര മൂല്യത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ ഒരു കടന്നുകയറ്റം, ഇങ്ങനെയുള്ള കളികൾക്ക്, ഡേർട്ടി ഗെയിംസിൻ്റെ ആക്കം കൂട്ടുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കുറേ കാലം നിന്ന് പോകും. ചിലവർ പൊളിറ്റീഷ്യൻസൊക്കെ റിസൈൻ ചെയ്ത് അവർ ഇതിന്ന് രാജിവെച്ചിട്ട് പോകും. ചില ആളുകൾ സൂയിസൈഡ് ചെയ്യും, ചില ആൾക്കാർ എങ്ങടെയെങ്കിലൊക്കെ പോകും. പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കരിയറും ജീവിതമൊക്കെ പോയിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ, നിങ്ങൾ പൊളിറ്റീഷ്യനോ ആർട്ടിസ്റ്റോ ആരോ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ, ഇതാണോ പെണ്ണോ ട്രാൻസ്ജെൻഡർ ആരോ ആയിക്കോട്ടെ, ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു കൺസേൺ കൊണ്ട് പറയുന്ന ഒരു സാധനമാണ്. ശരിയോ തെറ്റോന്നും എനിക്കറിയില്ല. ലൈഫാണ്, നമ്മുടെ ലൈഫിൽ പലതും സംഭവിക്കാം, നമ്മുടെ പാർട്ട്ണറിൻ്റെ ലൈഫിലും പലതും സംഭവിക്കാം. നമ്മൾ വിചാരിക്കണ പോലെ ലൈഫ് നടക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.